ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് എഡിറ്റിങ്ങിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു 5 വെബ്സൈറ്റുകളെ പറ്റിയാണ്. ഈ ഒരു 5 വെബ്സൈറ്റുകളെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ വെബ്സൈറ്റ് pixel.com, രണ്ടാമത്തെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് pixabay.com, മൂന്നാമതായി dafont.com, removebg.com, pngfind.com. ഇങ്ങനെയുള്ള ഒരു 5 വെബ്സൈറ്റുകളെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. pixel.com എന്നുള്ളൊരു വെബ്സൈറ്റാണ് ഞാൻ ഫസ്റ്റ് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഫ്രീ ആയിട്ട് ഫോട്ടോസും വീഡിയോസും ലഭിക്കുന്ന ഒരു വെബ്സൈറ്റാണ്. ഇതിലേക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. നമുക്കിവിടെ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഐക്കണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോസും വീഡിയോസും നമുക്ക് സെർച്ച് ചെയ്ത് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. നമുക്ക് എങ്ങനെയാണെന്നുള്ളത് സെർച്ച് ചെയ്ത് കൊടുത്തുകൊണ്ട് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അല്ല നമുക്കിതിൽ അല്ലാതെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വീഡിയോ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ഹോമിൻ്റെ തൊട്ടടുത്തായിട്ട് ഡിസ്കവർ എന്നുണ്ടാവും, അതിൻ്റെ തൊട്ടടുത്തായിട്ട് വീഡിയോസ് എന്നുണ്ടാവും. വീഡിയോസ് എന്നുള്ളത് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ വീഡിയോ ഫയലുകൾ നമുക്ക് ഇതിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത ഇത് കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. നമുക്ക് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നത് നമുക്ക് കൊമേഴ്ഷ്യലി യൂസ് ചെയ്യാൻ കഴിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിലും അങ്ങനെയുള്ളതിനെല്ലാം അത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. രണ്ടായിരം പരിചയപ്പെടുത്തുന്നതും ഫ്രീ ആയിട്ട് ഫോട്ടോയും വീഡിയോയും ലഭിക്കുന്ന ഒരു വെബ്സൈറ്റ് തന്നെയാണ്. ഇത് ഫോട്ടോയുടെയും വീഡിയോയുടെയും കൂടെ നമുക്ക് ട്രാൻസ്പറൻ്റ് ആയിട്ടുള്ള PNG ഫയലുകൾ ഡൗൺലോഡ് ചെയ്യാൻ ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. pixabay.com എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര് വരിക. നമുക്ക് ഫസ്റ്റ് അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും നമുക്ക് വരുന്നത്. ഇതിൽ നിങ്ങളുടെ ഇമെയിൽ ID കൊടുത്തുകൊണ്ട് സൈൻ ഇൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഫോട്ടോ വേണമെങ്കിൽ ആഡ് ചെയ്യാൻ സാധിക്കും. അതല്ല നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോട്ടോയിൽ ഇപ്പോൾ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇങ്ങനെ വരും. ഇതിൽ നിന്ന് ഫ്രീ ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കാണിക്കുന്നില്ല, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ഇതിപ്പോൾ ഇമേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസിൽ തന്നെ പോപ്പുലർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇമേജസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് നമുക്ക് ഇമേജസിൽ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യാം, വെക്റ്റർ ഗ്രാഫിക്സ് ഉള്ളത് ഡൗൺലോഡ് ചെയ്യാം, ഇല്ലുസ്ട്രേഷൻ ഡൗൺലോഡ് ചെയ്യാം, വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് PNG ഫയൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇല്ലുസ്ട്രേഷനിലോ വെക്റ്റർ ഗ്രാഫിക്സിലോ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ PNG ഫയൽ നമുക്ക് ലഭിക്കും. വീഡിയോസ് എന്നുള്ളത് പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫ്രീ ആയിട്ടുള്ള വീഡിയോസ് നമുക്കിതിൽ ലഭിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കുക. ഞാനിപ്പോൾ ഈ ഒരു യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പ്രസ് ചെയ്യുകയാണ്. അതിനുശേഷം ഏറ്റവും താഴെ ഫ്രീ ഡൗൺലോഡ് എന്നുള്ളതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ തന്നെ ഈ ഒരു ഏതെല്ലാം റെസൊല്യൂഷനിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് വരും. ഞാൻ അതിൻ്റെ ഏറ്റവും കൂടിയ റെസൊല്യൂഷൻ 1920 1080 ആണ്. അതിനുശേഷം ഡൗൺലോഡ് എന്നുള്ളത് കൊടുക്കാം. നമുക്ക് നമ്മുടെ ഫയൽ ഇതിലേക്ക് ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ഇനി മൂന്നായിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു ഫ്രീ ആയിട്ട് നമുക്ക് ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാന്നുള്ള ഒരു വെബ്സൈറ്റാണ്. എങ്ങനെ നമുക്ക് ഫോണ്ട് നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് ഇൻസേർട്ട് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കാണാം. ഇതിൽ ഫസ്റ്റ് ഇൻ്റർഫേസിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരുപാട് ഫോണ്ടുകൾ ലഭിക്കും. നമുക്ക് ആ ഒരു ഫോണ്ട് ലഭിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫോണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇതിൽ തന്നെ ഇത്രയും ടൈപ്പ് നമുക്ക് ഫോണ്ട് കാറ്റഗറി തിരിച്ച് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കാറ്റഗറി തിരിച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോന്നായിട്ട് നമുക്ക് സെലക്ട് ഡൗൺലോഡ് ചെയ്യാം. ഇതിൽ ഹാൻഡ് റൈറ്റിംഗ് ഉള്ളതുണ്ട്, ബ്രഷ് ആയിട്ടുള്ളതുണ്ട്, അങ്ങനെ ഒരുപാട് ടൂളുകളുണ്ട്. ഞാനിപ്പോൾ ഇതിലുള്ളതിനെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് ഈ ഒരു ഫോണ്ടാണ് ഞാൻ ഡൗൺലോഡ് ചെയ്യുക. അതിനായിട്ട് ആ ഫോണിൻ്റെ ഏറ്റവും അവസാനമായിട്ട് ഡൗൺലോഡ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. അതിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു ഫോണ്ടിൻ്റെ സിപ്പ് ഫയൽ നമ്മുടെ മൊബൈലിലേക്ക് അപ്ലോഡ് ആവുന്നതായിരിക്കും. നമുക്ക് അവിടെ നിന്ന് ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം. സിപ്പ് ഫയൽ എങ്ങനെ ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെക്കൗട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഫോണ്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാന്നുള്ളത് ഒന്ന് നോക്കി നോക്കാം. അടുത്തായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് removebg എന്ന് പറയുന്നൊരു വെബ്സൈറ്റാണ്. ഇതുവഴി നമുക്ക് നമ്മുടെ വീഡിയോസിൻ്റെയും ഫോട്ടോസിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇതിനായിട്ട് ഇവിടെ അപ്ലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഗാലറിയിലേക്ക് ഓപ്പൺ ആവുന്നതായിരിക്കും. നമുക്കൊരു പിക്ചർ ഇതിലേക്ക് ഇൻസർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെയാണ് അതിൻ്റെ തൊട്ടടുത്ത ഇതിലായിട്ട് നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുള്ള ഒരു പിക്ചർ അവിടെ വരും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. കാരണം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റിങ്ങിന് നമുക്ക് ഒരുപാട് ടൈം ചിലവാകാറുണ്ട്. അത് പരിഹരിച്ചുകൊണ്ട് നല്ല ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ അത് ചെയ്ത് നോക്കുന്നില്ല, ഇതിൽ ചെയ്യാൻ പറ്റും. ഇതേ കണക്ക് നിങ്ങൾക്ക് വീഡിയോസ് ആണ് റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതിൽ തന്നെ വീഡിയോസ് റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വെബ്സൈറ്റിൻ്റെയും അതിൻ്റെ ആ ഒരു പേജിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ വീഡിയോ റിമൂവ് ചെയ്യാനുള്ള ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട് വീഡിയോ എങ്ങനെയാണ് റിമൂവ് ചെയ്യണത് എന്നുള്ളതിൽ തന്നെ കാണിക്കുന്നുണ്ട്. നമുക്ക് വീഡിയോ റിമൂവ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാം. ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം, വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ നേരത്തെ ഞാൻ പറഞ്ഞു തന്ന അതേ കണക്ക് തന്നെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ക്ലിപ്പ് അപ്ലോഡ് ചെയ്ത് നോക്കിയാൽ താഴെ നമുക്കിത് ഈ ഒരു അപ്ലോഡ് ചെയ്ത പിക്ചറിന് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി നമുക്ക് കിട്ടും. ഞാൻ അടുത്തായി പരിചയപ്പെടുത്തുന്ന ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് PNG
find.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റാണ്. ഇതുവഴി നമുക്ക് ഒരുപാട് PNG ഫയലുകൾ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് ടൈപ്പ് PNG ഫയലുകളുണ്ട്. ഇപ്പോൾ എഡിറ്റിങ്ങിന് നമ്മളിപ്പോൾ മൊബൈലിൻ്റെ സ്ക്രീന് മാത്രമായിട്ട് നമുക്ക് ഫ്രെയിം മാത്രം കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ചിലപ്പം വേറെ ഒരുപാട് വെബ്സൈറ്റുകൾ ഇപ്പം കൊറോണ ടൈം ആയതുകൊണ്ട് കൊറോണയുടെ വൈറസിനുള്ളത് PNG ഫയൽ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എഡിറ്റിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് PNG എന്ന് പറയുന്നത്. നമുക്ക് അതിന് പുറമേ ആയിട്ട് ഇവിടെ നിന്ന് സെർച്ച് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് സെർച്ച് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് PNG ഫയൽ നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഈ ഒരു 5 വെബ്സൈറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു 5 വെബ്സൈറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഒന്ന് എന്നെ വിളിക്കുക.